सबको मेरा नमस्कार। प्यारे बच्चों, प्रार्थना के साथ नए साल की शुभकामनाएं देते हुए मैं शुरू कर रही हूँ। 10वीं कक्षा के पहले पाठ का नाम है बीरबहुटी। बीरबहुटी शब्द का अर्थ क्या है? बीरबहुटी माने वर्षा काल में दिखाई देने वाले लाल रंग के एक कीड़ा है। മഴക്കാലത്ത് കാണപ്പെടുന്ന ചുവപ്പ് നിറത്തിലുള്ള ഒരു ജീവിയാണ് ബീർബഹുട്ടി. നിങ്ങൾ പൊന്നാമ എന്നൊക്കെ പറയുന്നുണ്ടാവും. സ്കൂളിലൊക്കെ പോകുമ്പോൾ പൊന്നാമയെ പിടിക്കാൻ നിങ്ങൾ കൂട്ടുകൂടി പോയിട്ടുണ്ടാവും. നിങ്ങളുടെ കുട്ടിക്കാലമൊക്കെ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എന്തായിരിക്കും ബീർബഹുട്ടി എന്നൊക്കെ. അപ്പോൾ മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു ജീവിയാണ് ബീർബഹുട്ടി. ഈ ബീർബഹുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ജോഡികളായിട്ടാണ് നടക്കുക. രണ്ടുപേർ ഒരുമിച്ച് ജോഡികളായിട്ടാണ് നടക്കുക. उसी प्रकार के दो बच्चे हैं, साहिल और बेला। बीरबहुटियों की तरह एक साथ चलने वाले दो बच्चे हैं, बेला और साहिल। उन दोनों की सच्ची मित्रता का मिसाल है यह कहानी. ഈ രണ്ട് കുട്ടികളുടെ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഉദാഹരണമാണ് ബീർബഹുട്ടി എന്ന പേരുള്ള ഈ കഥ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വരും. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഓർക്കാൻ ഇടയുണ്ട്. ഇനി നമുക്ക് കഥയിലേക്ക് കടന്നാലോ? ധ്യാൻ സെ സുനോ. पुस्तक की ओर ध्यान से देखो और सुनो। बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें दजा हुआ था. बादल माने क्या है? बादल मेघ. മേഘം കുറേ സമയമായി പെയ്യാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ബഹുത് സാരാ പാനി ഉന്മേ ബജാ ഹുവാ था. ഇനിയും മേഘത്തിൽ കുറേ വെള്ളം ബാക്കിയുണ്ട്. इसका अर्थ क्या है? फिर भी वर्षा होने की संभावना है. ഇനി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. वे खेतों जंगलों के ऊपर छाए हुए थे. यहाँ वे कौन है? बादल है. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വനത്തിന്റെ അടുത്തേക്കടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാർമേഘം കൂടുതലായി കാണപ്പെടുന്നതും നീരാവിയൊക്കെ ഇങ്ങനെ കാണാം നമുക്ക്. അതിനാണ് നമ്മൾ വനമൊക്കെ വെച്ച് പിടിപ്പിക്കണമെന്ന് പറയുന്നത്. അവിടെയാണ് മഴ കൂടുതലുള്ളത്. അപ്പൊ അതുപോലെ പാടത്തിന്റെയും വനത്തിന്റെയും എല്ലാം മുകളിൽ മേഘം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ചായേ ഹുയേ थे. ചായേ ഹുയേ इसका अर्थ है फैलाए हुए थे. വ്യാപിച്ചു കിടക്കുക. तो बादल कहाँ कहाँ छाए हुए थे बताओ? खेतों जंगलों के ऊपर छाए हुए थे. समझा? बादल कहाँ कहाँ छाए हुए थे? खेतों और जंगलों के ऊपर छाए हुए थे. പാടത്തിന്റെയും വനങ്ങളുടെ എല്ലാം മുകളിൽ ഇങ്ങനെ കാർമേഘം വ്യാപിച്ചു കിടക്കുകയാണ്. सारा आकाश मेघों से भरा था. आकाश किससे भरा था? മേഘോം സേ ഭരാ था. ആകാശം മുഴുവനും മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. മേഘോം की छायाओं में गीली हवाएं इधर उधर घूम रही थी. മേഘത്തിന്റെ ആ ഒരു തണലിൽ ഗീലി ഹവായെ നല്ല തണുത്ത കാറ്റ് ഇധർ ഉധർ घूम रही थी അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സിലേക്ക് ഒരു മഴക്കാലം ഓർമ്മ വന്നാൽ നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് കൃത്യമായി മനസ്സിലാവും. ഒരു തണുത്ത കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊണ്ടിരിക്കുന്നു. पेड़ों के ताने अभी भी गीले थे. മഴ പെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? മരത്തിന്റെ തടികളൊക്കെ ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. पेड़ों के ताने. पेड़ माने തടി, തനെ ശരീരം. മരങ്ങളുടെ തടിയെല്ലാം गीले थे നനഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. मूंगफलियों के हरे खेतों में. मूंगफली एक नए शब्द है तुम्हें. इसका अर्थ तुम्हें पता नहीं होगा. मूंगफली माने नीलकड़ला. मूंगफली नीलकड़ला. मूंगफलियों के हरे खेतों में पीले फूल
अभी भी गीले थे. നീലക്കടലയുടെ പച്ചപ്പാർന്ന പാടങ്ങളിൽ പീലെ ഫൂൾ, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ അബീബി ഗീലത്തെ ഇപ്പോഴും നനഞ്ഞു നിൽക്കാൻ. മഴ പെയ്തിട്ട് ഇങ്ങനെ പാടങ്ങളൊക്കെ വെള്ളത്തുള്ളികൾ ഇട്ടിട്ട് നിറഞ്ഞു നിൽക്കുന്നില്ലേ, അതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. खेतों में छोटा छोटा बाजरा उगा था. പാടങ്ങളിൽ ചെറിയ ചെറിയ ചോളം വളർന്നു വരുന്നുണ്ട്. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बाजरा शब्द का अर्थ क्या है? ചോളം. बाजरा के लंबे पतले पातों में, पाता माने पत्ता, अदायद इല. बाजरे की पातों की विशेषता क्या है? वे लंबे हैं और पतले हैं. लंबे पतले पातों में, ലംബെ മാനെ നീളമുള്ളത്, പത്തലെ മെലിഞ്ഞത്. നീളമുള്ളതും മെലിഞ്ഞതുമായ ഇലകളിൽ പാനിക്ക് ബൂന്തേ അടക്കി പിടിക്കും. വെള്ളത്തിന്റെ തുള്ളികൾ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഇലകളിലൊക്കെ വെള്ളം ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ചെടി ഏതാണെന്ന് മാത്രം, ചോളം, ബാജറ. ചോളത്തിന്റെ നീണ്ട ഇലകളിൽ, നീണ്ട മെലിഞ്ഞ ഇലകളിൽ വെള്ളം ഒട്ടിപ്പിടിച്ച്. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध फैली हुई थी. बारिश की हवा में, ആ മഴയുടെ ആ തണുത്ത കാറ്റിൽ, ഗീലെ ഖേത്തോ നനഞ്ഞു കിടക്കുന്ന പാടങ്ങളും, ബാരിഷ് की हरियाली की गंध, മഴക്കാലം വന്നു കഴിഞ്ഞാൽ എല്ലായിടവും എന്താവും? പച്ചപ്പ് കൊണ്ട് നിറയും. ആ ഒരു പച്ചപ്പിന്റെയും ഒരു ഗന്ധം ആ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫിന്റെ ആശയം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. अगला अनुच्छेद है, देखो, उन्हें वीर बकुटियों से मिलना होता था. कहानी शुरू हो रही है. उन्हें वीर बकुटियों से मिलना होता था. किन्ने, मैंने पहला बताया था, इस कहानी के दोनों मुख्य कथापात्र है बेला और साहिल. तो उनने, यहाँ एक प्रश्न है, किन्ने वीर बकुटियों से मिलना होता था. ആർക്കാണ് वीर बकुटिയെ അന്വേഷിക്കാൻ പോകേണ്ടിയിരുന്നത്? किन्ने, इसका उत्तर क्या है? बेला और साहिल. बेला और साहिल. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. अब वीर പാടത്തിന്റെ അരികില് वीर बकुटिയെ തിരയാൻ പോകണം. അതുകൊണ്ട് വേറെ സാഹിൽ എന്ത് ചെയ്തു? നേരത്തെ സ്കൂളിലേക്ക് പുറപ്പെട്ടു. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെല്ലൊക്കെ ഇങ്ങനെ സ്കൂളിൽ നടന്നൊക്കെ പോണത്, പാടത്തിന്റെ വരമ്പത്തേക്കിടെ മഴയൊക്കെ പെയ്യുമ്പോൾ നടന്നു പോകാൻ നല്ല ഇഷ്ടമല്ലേ? അതുപോലെ വേലയും സാഹിലും നല്ല കൂട്ടൊക്കെ കൂടി രണ്ടുപേരും കൂടി वीर बकुटिയെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ട് അല്പം നേരത്തെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ടു. वहाँ एक प्रश्न है, बेला और साहिल स्कूल के लिए कुछ समय पहले निकल आते थे, क्यों? बताओ, इसका उत्तर क्या है? वीर बकुटियों से मिलने के लिए. इसका उत्तर क्या है? बेला और साहिल को वीर बकुटियों को खोजने के लिए वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. वीर बकुटिയെ തിരയാൻ വേണ്ടിയാണ് ബേലയും സാഹിലും വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ സ്കൂളിലേക്ക് പുറപ്പെട്ടത്. समझा? इसका एक दो अंक के एक प्रश्न है. बेला और साहिल स्कूल के लिए कुछ समय निकल आते थे, क्यों? क्यों माने എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അവർ നേരത്തെ പുറപ്പെട്ടതെന്ന് വെച്ചാൽ ഇതാണ് ഉത്തരം എഴുതേണ്ടത്. वीर बकुटियों को खोजने के लिए या वीर बकुटियों से मिलने के लिए. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് നിങ്ങൾക്ക് പഠിക്കാം. वीर बकुटियों को खोजने के लिए എന്ന് പറഞ്ഞാൽ वीर बकुटिയെ തിരയാൻ വേണ്ടി. वीर बकुटियों से मिलने के लिए ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പഠിക്കാം. अगला वाक्य है, कस्बे से सटे. कस्बा
माने शहर, कस्बा शब्द का अर्थ क्या है? शहर। कस्बे से सटे, सटे माने पास, പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന इन खेतों में ഈ പാടങ്ങളിൽ बीर बखूटियां खोजा करते थे। वे कहाँ बीर बखूटियों को खोजा करते थे? അവർ എവിടെയാണ് बीर बखूटिയെ തിരഞ്ഞിരുന്നത്? बताओ। कस्बे से सटे खेतों में। वे कहाँ बीर बखूटियों को खोजा करते थे? कस्बे से सटे खेतों में। പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന പാടങ്ങളിലാണ് അവർ बीर बखूटिയെ തെരഞ്ഞിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണില്ലേ? പഠിക്കാൻ എളുപ്പമല്ലേ? നോക്കോളൂ, बीर बखूटिയെ എവിടെയാ തെരഞ്ഞിരുന്നത്? कस्बे से सटे खेतों में। बीर बखूटियां खोजा करते थे। എന്തുകൊണ്ടാണ് അവിടെ खोजा करते थे എന്ന് പറയാൻ കാരണം? ഇവര് പതിവായിട്ട് എന്തിനെ തിരയാൻ പോകും? बीर बखूटिയെ തിരയാൻ പോകും. അതുകൊണ്ടാണ് അവിടെ खोजा करते थे എന്ന് പറയുന്നത്. പതിവിനെ സൂചിപ്പിക്കുന്ന ക്രിയയാണ് कर, നിത്യതാബോധ ക്രിയ कर का प्रयोग है। അവർ ദിവസവും പതിവായിട്ട് बीर बखूटिയെ തിരയാനായിട്ട് അവർ പോകും. इस बीर बखूटियों की विशेषता है वे सुर्ख, मुलायम, गदबदी बीर बखूटियां। पहले मैंने कहा बीर बखूटी का रंग क्या है? लाल रंग है। सुर्ख शब्द का अर्थ क्या है? लाल, चुवप्प निറം। सुर्ख शब्द का अर्थ क्या है? चुवप्प, लाल रंग का है या रेड। इसका अर्थ क्या है? सुर्ख, ചുവപ്പ്, ചുവപ്പ് നിറത്തിലുള്ള. അതായത് അതുപോലെ തന്നെ മുലായം, മുലായം ആണ് സോഫ്റ്റ്, മുലായം സോഫ്റ്റ്. ഗദ്ബദി നല്ല മിനുസമുള്ള. രണ്ടിന്റെ വാക്കിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. മുലായം, ഗദ്ബദി, ഈ दोनों शब्दों की अर्थ एक ही है। മിനുസമുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള बीर बखूटियां। और बीर बखूटियों की विशेषता क्या है? सुर्ख, मुलायम, गदबदी बीर बखूटियां। पढ़ा है तुमने? बीर बखूटियों की विशेषता क्या है? सुर्ख, मुलायम, गदबदी बीर बखूटियां। धरती पर चलती फिरती खून की प्यारी प्यारी बूंदन जैसी है। ഈ बीर बखूटी പോകുന്ന കണ്ടാൽ എന്തുപോലെ ഉണ്ടെന്ന് അറിയോ? രക്തത്തുള്ളികൾ നിലത്തുകൂടെ നടന്നു പോകുന്നതായിട്ട് തോന്നും. बीर बखूटी പോകുന്ന കണ്ടാൽ എന്ത് തോന്നും? രക്തത്തുള്ളികൾ നടന്നു പോവുകയാണോ എന്ന് തോന്നും. അപ്പോൾ ये प्रश्न भी मुख्य है परीक्षा के लिए, पूछने की साध्यता है, संभावना है। बीर बखूटियों की विशेषता सुर्ख, मुलायम, गदबदी बीर बखूटियां। धरती पर चलती फिरती खून की प्यारी प्यारी बूंदें जैसी है। खून शब्द का अर्थ क्या है? ब्लड, खून, ब्लड. चलती फिरती അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, അതായത് നടക്കുന്ന രക്തത്തുള്ളികൾ പോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. उनके बस्ते उनकी पीठ पर लेदे होते थे। स्कूल जाते समय बच्चों के बस्ते उनके पीठ पर लेदे होते थे। बस्ते माने ബാഗ്. സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്കെല്ലാം അറിയാം, നമ്മുടെ പുറത്ത് ഇങ്ങനെ പുറത്തോട് ചേർന്ന് കിടക്കും ബാഗ്. കന്തോ पर टंगे होते थे, തോളിൽ തൂങ്ങി കിടക്കുന്നു. കന്താ മാനെ ഷോൾഡർ, ടങ്കെ തൂങ്ങി കിടക്കുക. നമ്മുടെ സ്കൂളിൽ പോകുന്ന രംഗം ഓർത്താൽ മതി. സ്കൂളിൽ ബാഗൊക്കെ ഇട്ട് നമുക്ക് ഈ വർഷം സ്കൂളിലേക്ക് പോകാൻ നല്ല ഉത്സാഹത്തോടെ ഇരുന്നതാണ്. നമ്മുടെ കൊറോണ നമ്മൾ ചതിച്ചു അല്ലേ? പക്ഷെ എങ്കിലും നമ്മുടെ ഈ ഉടനെ നമുക്ക് സ്കൂളിലേക്ക് വരാൻ കഴിയട്ടെ. സ്കൂൾ ബാഗൊക്കെ ആയിട്ട് നല്ല ഉന്മേഷത്തോടെ ആവേശത്തോടെ പഠിക്കാനായിട്ട് വരാൻ കഴിയട്ടെ. അപ്പോൾ പുറത്ത് ബാഗ് ചേർത്ത് വെച്ച് തോളിൽ തൂക്കിയിട്ട് അവർ രണ്ടുപേരും കൂടി നടക്കുകയാണ്. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सड़कर बीर बखूटियां खोजते थे. അവരെങ്ങനെയാണ് നടക്കുന്നതെന്നറിയോ? एक दूसरे के बहुत नजदीक रहकर, രണ്ടുപേരും ഒട്ടിച്ചേർന്ന് നല്ല അടുത്തടുത്ത നടക്കുക. ബൽക്കി कहना चाहिए, അതിനെ നമുക്ക് എങ്ങനെ പറയാം? बिल्कुल सड़कर. നിങ്ങൾ പലരും എപ്പോഴും തോളെ കൈയിട്ട്
മനസ്സിലെ അതുപോലെ ബേലെ സാഹിൽ എപ്പോഴും ഒട്ടിച്ചേർന്നാണ് നടക്കുക. ദീർഘകുട്ടിയെ തടയാനായിട്ട് അവർ പോകും. उन्हें देखने के लिए वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करते थे. इन्हें देखने के लिए दीर्घकुटियों को देखने के लिए ദീർഘകുട്ടിയെ കാണാൻ വേണ്ടി അവര് ബാരിഷ് കി ഗന്ധ് ഭരി, ആ മഴക്കാലം വരുമ്പോൾ മണ്ണിന്റെ ഒക്കെ ഒരു ഗന്ധം ഉണ്ടാവുമല്ലോ. ആദ്യമായിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടും, മണ്ണിന്റെ ഗന്ധം നമുക്ക് ശരിക്കും അനുഭവപ്പെടും. ആ ഒരു മണ്ണിന്റെ ഗന്ധം, മഴയുടെ ഗന്ധം നിറഞ്ഞ ഭരി ഭൂരി ജമീൻ പർ, ചുവന്ന മണ്ണിൽ ബൈഠ് ജായാ കർത്തേ थे. അവർ പതിവായിട്ട് പോയി നിലത്ത് പാടത്തിന്റെ അരികിൽ ഇങ്ങനെ പോയിരുന്ന് അവർ ദീർഘകുട്ടിയെ തെരയുമായിരുന്നു. ഇതാണ് കഥയുടെ തുടക്കം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി देखो दोनों का बेला और साहिल का चित्र है. हाँ, दीर्घकुटी को भी देखा है. बेला और साहिल दीर्घकुटियों को खोजते हैं. तब साहिल ने कहा, बेला देखो इस दीर्घकुटी का रंग तुम्हारे रिबन के जैसा लाल है. साहिल ने कहा. സാഹിൽ എന്താ പറഞ്ഞേ? ബേല നോക്ക്, ഈ ദീർഘകുട്ടിയുടെ നിറം കണ്ടോ? തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹേ, നിന്റെ റിബൺ പോലെ ചുവപ്പ് നിറമാണ്. അപ്പൊ തീർച്ചയായും സാഹിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ബേല എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആ ठीक है അല്ലേ? ഇവിടെ കൊടുത്തിട്ടില്ല, എങ്കിലും നമുക്കൊന്ന് ഊഹിക്കാം. ആ ശരിയാണ്. അപ്പോ സാഹിൽ പറയാ, തുന്നെ കുറിച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേലെ? ബേല പറയാ, ആ സുനാ, പഹ്ലി ഘണ്ടി ലഗ് ഗയി ഹൈ, ഫസ്റ്റ് ബെൽ അടിച്ചു. ആരാ പറഞ്ഞേ? ബേല പറയാ. അപ്പൊ സാഹിൽ എന്താ പറഞ്ഞു നോക്കിയേ? ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से. അപ്പൊ സാഹിൽ പറയാ, പക്ഷെ നമുക്ക് വേഗം പോകാൻ പറ്റില്ല, എന്ത് ചെയ്യണം? മുझे पेन में स्याही भी भरवानी है, എനിക്ക് പേനയിൽ എന്ത് നിറയ്ക്കണം? മഷി നിറയ്ക്കണം. കഹാം സേ, എവിടെ നിന്ന്? ദുക്കാൻ സേ, കടയിൽ നിന്ന് എന്ത് വാങ്ങണം? പേനയിൽ മഷി നിറയ്ക്കണം. പെൻമേ സ്യാഹി ഭർവാനെ के लिए वे दोनों दुकान की ओर जा रहे हैं. तेरा भाग तुम्हें समझा? अच्छी तरह समझा? तुम ध्यान से तेरा भाग पढ़ो और यहाँ परीक्षा के लिए पिछले साल SSLC मार्च के एक प्रश्न है, 4 अंक के 4 मार्किന്റെ पटकथा. पटकथा तुम्हें 9वीं कक्षा में पढ़ता था. തിരക്കഥ നമുക്ക് ഓർമ്മയുണ്ടാവും, 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. TV എന്ന പേരുള്ള ഒരു പട്കഥ. ആ പട്കഥ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ആ രൂപത്തിൽ നമ്മൾ എന്ത് എഴുതണം? തിരക്കഥ എഴുതണം. തിരക്കഥ എഴുതുമ്പോൾ पटकथा लिखते समय हम क्या क्या बातें ध्यान में रखते हैं? तुम्हें याद है? मैंने बताया है पिछले साल पटकथा लिखते समय पहले सबसे पहले क्या होना चाहिए? स्थान. सबसे पहले क्या होना चाहिए? स्थान. फिर क्या है? समय. फिर क्या है? समय. फिर बताओ, फिर हमने क्या लिखा था पटकथा लिखते समय? स्थान, समय. इसके बाद कथापात्र. यहाँ कथापात्र कौन कौन है? बेला और साहिल. इस कहानी का मुख्य कथापात्र है बेला और साहिल. अगला स्टेप क्या है? कथापात्र वेश. इसमें साहिल और बेला का वेश क्या है? स्कूल की वर्दी. वर्दी माने यूनिफॉर्म. वर्दी यूनिफॉर्म. यूनिफॉर्म का शब्द है वर्दी. यूनिफॉर्म के लिए प्रयोग किए गए शब्द है वर्दी. स्कूल की वर्दी. तो दोनों क्या पहने हुए थे?
स्कूल की वर्दी पहने हुए थे। फिर क्या है, वेश, आयु, दोनों 10-11 साल की दोनों बच्चे हैं। बेला और साहिल की आयु कितना है, 10-11, 10-11 വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ആര്, बेला और साहिल। कथापात्र, आयु, वेश, फिर क्या होना चाहिए, दृश्य होना चाहिए। कथा लिखते समय दृश्य होना चाहिए। रंगम ये कैसे लिखता है, यहाँ का दृश्य क्या है, बेला और साहिल सवेरे बिरबकुटियों को खोजने के लिए घर से निकलते थे। स्कूल की वर्दी पहनकर वे दोनों पास पास बैठकर, बिल्कुल सड़कर बैठकर खेतों में बिरबकुटियां खोजा करते थे। यही है इस दृश्य, इस भाग के दृश्य। फिर पटकथा में क्या होना चाहिए, संवाद होना चाहिए। हम किन किन के बीच में संवाद होता है, बेला और साहिल के बीच में। तुम्हें समझा, संवाद या वार्तालाप लिखने के लिए बहुत सरल बात है। देखा यहाँ, बेला देखो इस बिरबकुटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा। ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സാഹിൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് കുത്തിടുക, സംഭാഷണമായിട്ട് എഴുതുക। बेला देखो इस बिरबकुटी का रंग तुम्हारे रिबन के जैसा लाल है। तब बेला ने क्या कहा होगा, तो बेला എന്ത് പറഞ്ഞിട്ടുണ്ടാവും, हाँ ठीक है मेरे रिबन के जैसा लाल है, എൻ്റെ റിബൺ പോലെ ചുമപ്പാണ്। ഇത് എത്ര നല്ല രീതിയിൽ വേണമെങ്കിലും എഴുതാം। एक इतनी बिरबकुटियां है, എത്രത്തോളം बिरबकुटियां, कितना सुंदर है എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറയാമല്ലോ। അപ്പോൾ बेला എന്ത് പറയാം, हाँ बहुत सुंदर बिरबकुटियां, सुर्ख मुलायम बिरबरी बिरबकुटियां, चलती फिरती खून की प्यारी प्यारी बूंदें जैसी है। इसी प्रकार इस वार्तालाप को आगे बढ़ते हुए इस पटकथा लिखना चाहिए। अब साहिल ने कहा, बेला ने कहा हाँ ठीक है। तब साहिल ने कहा, तुमने कुछ सुना बेला, ये दिन केटो बेले। तब बेला ने क्या कहा, हाँ सुना, कभी लग गई है, हाँ केटो बस बेल अड़चू। तब साहिल ने कहा, क्या कहा, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से, എനിക്ക് കടയിൽ നിന്ന് മഷി നിറയ്ക്കണം, അതുകൊണ്ട് दोनों दुकान की ओर दौड़ते हैं। स्याही भरवाने के लिए दोनों दुकान की ओर दौड़ते हैं। इतना भाग तो ध्यान से पढ़कर इस दृश्य के पटकथा को लिखना चाहिए। इस साल एक पटकथा ही 4 अंक के आया था। यही है दृश्य, वे एक दूसरे के बहुत नजदीक रहकर बल्कि कहना चाहिए തുടങ്ങി। यहाँ देखो दुकान से, इस दृश्य के एक पटकथा तुम तैयार करना चाहिए। बहुत सरल बात है, 4 अंक मिले हैं। നിങ്ങളുടെ മനസ്സിൽ ഓർക്കേണ്ട കാര്യങ്ങൾ തിരക്കിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഓർക്കുക, നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക। ടീച്ചർ വെർഷൻ ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ